പ്രൈസ് ലോർഡ്. പ്രതീക്ഷ നാമത്തിൽ സ്നേഹത്തെ എല്ലാ ദൈവക്കാരിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവകൃപ ഷെയർ ചെയ്യാൻ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തന്ന ഒരു വചനം മർക്കോസ് 2:17. ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമല്ലേ. ഈ ഒരു വചനത്തിലെ സാരാംശം നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ തൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഒരു ഉപമയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമാണല്ലേ. ഇത് നമ്മളൊരു മാനുഷ്യമായ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, ഈ നാളുകളിൽ ഒരു രോഗം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാണെങ്കിൽ അല്ലേ, നമ്മൾ ആദ്യം ആശ്രയിക്കുന്ന ആരെയായിരിക്കും? ഒരു വൈദ്യനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അല്ലേ. കാരണം എന്തിനാ വൈദ്യനെ ആശ്രയിക്കുന്നത്? കാരണം ആ ഒരു വ്യക്തി ജീവിതത്തിൽ ഇപ്പം എനിക്കൊരു അസുഖം വരികയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ചിന്തിക്കും, എനിക്ക് ഈ അസുഖമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ഒരു സിംറ്റംസ് കാണുന്നുണ്ട് ഒരു അസുഖത്തിൻ്റെ, പക്ഷെ അസുഖത്തിൻ്റെ പേരറിയത്തില്ല, പക്ഷെ അതെനിക്ക് ക്യൂർ ആവണം, ഞാൻ നോർമലായി പഴയതുപോലെ ആകണം എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ, ഒരു വൈദ്യനെ, ഒരു ഡോക്ടറെ ആശ്രയിക്കുക. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അദ്ദേഹം എൻ്റെ രോഗം കണ്ടുപിടിക്കും, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പറയും, ഞാൻ അത് എടുക്കുകയാണെങ്കിൽ ഞാൻ മൊത്തത്തിൽ ക്യൂറായി, ഞാൻ സൗഖ്യം പ്രാപിച്ച് ഞാൻ വെളിയിൽ വരും, ഞാൻ ഫ്രീ ആകും അല്ലേ. കാരണം നമുക്കറിയാം, ലോകത്തിൽ പല രോഗങ്ങൾ നമുക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഫ്രീ ആവത്തില്ല, നമ്മളെപ്പോഴും ടെൻസ്ഡ് ആയിരിക്കും, നമുക്ക് ആ രോഗത്തെ പറ്റിയുള്ള ചിന്ത, നമുക്കൊന്ന് ചിരിക്കാൻ പറ്റത്തില്ല, ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം മുടങ്ങിപ്പോകുന്നൊരവസ്ഥ അല്ലേ. മാനുഷ്യമായി ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇതൊരു മാനുഷ്യമായ ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രോഗങ്ങൾക്ക് നമ്മൾ ഒരു മാനുഷ്യ വൈദ്യനെ പോയി തേടും. പക്ഷേ നമ്മുടെ ഹൃദയത്തിനകത്ത്, നമ്മുടെ ലൈഫിനകത്ത് ചില പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ കടന്നുകൂടി കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും അത് അറിയത്തില്ല. എന്ത് ചെയ്യണം, ആരുടെ ചോദിക്കണം, എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് ആര് വിടുവിച്ചെന്ന് സഹായിക്കുമെന്ന് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് ക്വസ്റ്റ്യൻമാർക്കായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിലൂടെ കർത്താവ് വ്യക്തമായി പറയാം, മകനെ അല്ലെ മകളെ, നിന്റെ ഹൃദയത്തിലെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ നീ എൻ്റെ അടുക്കിലേക്ക് വാ, എന്നോട് സംസാരിക്കുക, എൻ്റെ അടുത്ത് ഷെയർ ചെയ്യ്, ഞാൻ അതിൽ നിന്ന് വിടുവിക്കാം എന്ന് വ്യക്തമായി കർത്താവ് പറയാം. കാരണം വ്യക്തമായി പറയുന്നുണ്ട്, ദീനക്കാർക്കല്ലാതെ അല്ലെ. നമുക്കറിയാം, ഒരു രോഗമില്ലാത്തൊരു വ്യക്തി ഒരിക്കലും ഒരു വൈദ്യന്റെ അടുത്തേക്ക് പോകത്തില്ല, രോഗിയാണെങ്കിൽ മാത്രമേ നമ്മൾ വൈദ്യന്റെ അടുത്ത് പോകത്തുള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ, ആത്മീയമായ രീതിയിൽ നോക്കുമ്പോൾ നമ്മളെല്ലാവരും ദീനക്കാരാണല്ലേ. ഏതെങ്കിലുമൊക്കെ ടെൻഷൻസ്, ഒന്നി ഫാമിലി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഏതെങ്കിലും ഇഷ്യൂസ്, അല്ലെങ്കിൽ ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങൾ, ആ രീതിയിൽ ഏതെങ്കിലും തലത്തിൽ നമ്മൾ പ്രശ്നം അനുഭവിക്കുന്നവരാണല്ലേ. ആ പ്രശ്നങ്ങൾക്ക് ഒരേ ഒരു സൊല്യൂഷൻ ആരാ? നമ്മുടെ പിതാവ്, നമ്മുടെ കർത്താവിന് മാത്രമേ അതിലൊരു പൂർണ്ണമായൊരു സൊല്യൂഷൻ തന്ന് ദൈവിക സമാധാനത്തെ നമ്മളെ നിറയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് പീസ്ഫുൾ ആയിരിക്കത്തില്ല, എപ്പം നോക്കിയാലും ടെൻഷനായിരിക്കും, നമുക്ക് ആരുടെ സംസാരിക്കാൻ തോന്നത്തില്ല, നമുക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയത്തില്ല. ആ രീതി പലപ്പോഴും പിശാചായ നമ്മളെ പുറകോട്ട് വലിച്ച് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിൽ നിന്നും പലരും നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന അളവുക്ക് പോലും നമ്മുടെ ലൈഫിലെ സ്ഥിതികൾ, ആ രീതികളെല്ലാം മാറിപ്പോകുന്നൊരവസ്ഥ കടന്നു വരും അല്ലേ. പക്ഷെ അതിനെല്ലാവരും ഓപ്ഷൻ എന്തുവാ? നമ്മുടെ കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്, മകളെ നീ എൻ്റെ അടുത്തേക്ക് വാ, നിന്റെ എന്ത് പ്രശ്നമായാലും അല്ലെ ഞാൻ തീർത്തു തരാം. കർത്താവ് ഈ ഒരു വചനത്തിലെ പ്രോമിസ് തരിക. എന്തുകൊണ്ടാണ് പ്രോമിസ് തരുന്നത്? നമുക്കറിയാം, ഈ ലോകത്തിൽ നമ്മുടെ മനുഷ്യ വൈദ്യന്റെ അടുത്ത് പോയാൽ പോലും 100% നമുക്ക് പ്രോമിസ് കിട്ടത്തില്ല. അദ്ദേഹം പറയും, ഞാൻ ട്രൈ ചെയ്യാം, മാക്സിമം എൻ്റെ രീതിയിൽ ഞാൻ ട്രൈ ചെയ്യാം, അത് മാറും എന്ന് പറഞ്ഞ്, ഈ ടാബ്ലറ്റ് കഴിക്കുക അല്ലെങ്കിൽ മെഡിസിൻ എടുക്കുക, തീർച്ചയായിട്ടും മാറും എന്ന് പറഞ്ഞ് ഒരു 99% ചിലപ്പോൾ പറയത്തുള്ളൂ, 100% പോലും പറയത്തില്ല. ബാക്കി എന്തുകൊണ്ട്? നമ്മുടെ ജീവിതത്തിലെ ചില വിശ്വാസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അത് എടുക്കുന്ന രീതികൾ വെച്ച് പൂർണ്ണമായിട്ടൊരു സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നല്ലേ. പക്ഷെ ദൈവം 100% പറയുന്നു, മകളെ എൻ്റെ അടുത്തേക്ക് വന്നാൽ പൂർണ്ണമായിട്ടും നിന്റെ ലൈഫിൽ ഒരു വിടുതൽ ഞാൻ തരാം. കാരണം വ്യക്തമായി പറയുന്നുണ്ട്, കർത്താവ് വന്നത് നീതിമാന്മാരെ അല്ല അല്ലെ, പാപികളെയാ രക്ഷിക്കാൻ വന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറിഞ്ഞു കിടക്കുന്ന ഒരുപാട് പാപങ്ങളുണ്ടല്ലേ. ആ പാപങ്ങൾ പലപ്പോഴും ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ഒരു പക്ഷെ എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആടുത്തും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹൃദയത്തിൽ ചില ഭാരങ്ങളും പാപങ്ങളും മറിഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കും അല്ലെ. ആ പാപങ്ങൾ പോലും കർത്താവ് നീക്കി നമ്മളെ വെടിപ്പാക്കി ശുദ്ധീകരിക്കാമെന്ന് പ്രോമിസ് കർത്താവ് തരിക. കർത്താവ് പാപത്തെ അല്ലെ വെറുക്കുന്നുവെങ്കിലും പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ഭാരങ്ങളും പാപങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത്, പക്ഷെ ഒന്നു മാത്രമുണ്ട്, ഹൃദയശുദ്ധിയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെ അതിൽ നിന്നെല്ലാം വിടുവിക്കും. നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭാരങ്ങൾ എല്ലാം കർത്താവ് വിടുവിച്ച് നമ്മളെ മാനിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും.
ആർക്കും തരാൻ പറ്റാത്ത ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരും അല്ലെ. നമ്മളൊരു സാക്ഷികളാക്കി അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവ് തന്നെ പാത്രങ്ങളാക്കി ദൈവത്തിന്റെ ഉപകരണങ്ങളാക്കി കർത്താവ് നമ്മളെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും പ്രയോജനപ്പെടുന്നവർക്ക് കർത്താവ് നമ്മളെ വളരെ പവർഫുൾ ആയിട്ടുള്ള ആയുധങ്ങളാക്കി തീർക്കുക തന്നെ ചെയ്യും. കാരണം നമുക്കറിയാം, ഇപ്പൊ ഞാനൊരു പ്രശ്നത്തിൽ കൂടി കടന്നുപോയി, അതിനൊരു വിടുതൽ എനിക്ക് കിട്ടിക്കഴിയുമ്പോൾ എനിക്കറിയാം ആ രീതിയിലുള്ള വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അവരുടെ ഫീലിങ്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ പറയാൻ പറ്റും, നീ ഇങ്ങനെ ചെയ്യേ, കർത്താവിനെ വിളിക്കുക, ദൈവത്തോട് സംസാരിക്കുക, ദൈവം നിന്നെ വിടുവിക്കുമെന്ന് പറയാൻ പറ്റും അല്ലെ. അതുകൊണ്ട് തന്നെ ദിവസങ്ങളിൽ നമുക്കും ദൈവസന്നിധിയിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് പറഞ്ഞു, പിതാവേ അങ്ങടെ ആയുധമാക്കി എന്നെ ഉപയോഗിക്കണം. അങ്ങ് വന്നത് ഞങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടിയാ, ദീനക്കാരായ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയാന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇതിന്നെല്ലാം എന്നെ വിടുവിച്ച് എന്നെ പൂർണ്ണതയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ തക്കണം, എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ബ്ലെസ്സിങ്സ് തരണമേ എന്ന് പറഞ്ഞ് ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഹൃദയ പരമാർത്ഥതയോടെ നമ്മളായിരിക്കുന്നെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് മാനിക്കുക തന്നെ ചെയ്യും. നമ്മുടെ എത്ര കഠിന ചുമപ്പുള്ള പാവമായാലും കർത്താവ് ഹിമം പോലെ വെളുപ്പിച്ച് നമ്മളെ പെർഫെക്റ്റ് ആയിട്ട് നല്ല മക്കളായിട്ട് തന്നെ കർത്താവാക്കി തീർക്കാൻ നോക്കണം. ഇടയാകും. ഈ ലോകത്തിൽ നമ്മളെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഒരു കരമുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ മാത്രമാണ്. അദ്ദേഹത്തിന് മാത്രമേ നമ്മളെ പല കാര്യങ്ങളിൽ നിന്ന് വിടുവിച്ച് നമ്മളെ മാനിച്ച് നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ നേരോടെ വിശ്വസ്തരായിരിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളെ എടുത്തുപയോഗിക്കുകയും മാനിക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സാക്ഷിയായി നിർത്തുക തന്നെ ചെയ്യും. ഈ വിധത്തെ എല്ലാ ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ വധിച്ചിരിക്കുന്നു. ആമേൻ.